എല്ലാവർക്കും നമസ്കാരം. ശിവഭഗവാന് നിങ്ങളുടെ അടുത്ത തിരുവാതിരവ്രതത്തിൽ തൃപ്തനാണ് എന്നുള്ളതും ശിവഭഗവാന്റെ ദിവ്യ മാർഗനിർദ്ദേശങ്ങളുമാണ്. ആദ്യം ലഭിച്ചിരിക്കുന്നത് ദ ചാരിയോട്ട് കാർഡാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാർഡ്. തിരുവാതിര വ്രതം വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും ചേർന്ന് പാലിക്കുന്നവരിൽ ഭഗവാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ യാത്ര ശരിയായ ദിശയിലാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തത് കിട്ടിയത് 8 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡാണ്. അത് ശുദ്ധമായ പരിശ്രമം ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വ്രതം ആചാരമായി മാത്രമല്ല, ഭക്തിയോടെ ക്ഷമയോടെ പാലിക്കുന്ന മനസ്സുകളാണ് ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് പറയുന്നുണ്ട്. അടുത്തത് 10 ഓഫ് വാണ്ട്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ചിലർക്ക് ക്ഷീണം ഉണ്ടാകാമെന്നും ചിലർക്ക് ജീവിതഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ളിലേറ്റിക്കൊണ്ട് വ്രതം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, നിങ്ങളുടെ സങ്കടം ഭഗവാൻ കാണുന്നുണ്ട്. പുതിയ ആത്മീയ തുടക്കങ്ങൾക്കുള്ള അനുഗ്രഹമാണ് ഇനി വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത്, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ഇനി വരാൻ പോകുന്നു. ഇപ്പോഴാണ് ചിലർ ഭക്തിയിലേക്കോ തിരുവാതിര വ്രതത്തിലേക്കോ ആദ്യമായി കടക്കുന്നത്. അപ്പോൾ അവർക്ക് ഭഗവാന്റെ പ്രത്യേക കൃപ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അടുത്തത് 6 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയത്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ പോലെ നിഷ്കളങ്കമായ പ്രാർത്ഥനയും ലാഭമില്ലാതെ ഭക്തി ഭഗവാന് ഏറ്റവും അധികം പ്രസന്നനാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഭഗവാന് ആചാരത്തെക്കാൾ ഹൃദയം പ്രധാനമാണ്. ഉറക്കമോ ഭക്ഷണമോ കൂടുതലായി പോയാൽ അതുകൊണ്ട് മാത്രം ഭഗവാൻ നിങ്ങളെ അകറ്റപ്പെടുന്നില്ല. നിങ്ങളുടെ ശരീരശക്തിയില്ലായ്മ ഒരു പാപമായിട്ട് ഭഗവാൻ കാണുന്നില്ല. ക്ഷീണം, രോഗം, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ഭഗവാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥ ഭഗവാൻ കാണുന്നുണ്ട്. ശരീരത്തിന് കഴിയാത്തതിനെ വീര്യമാക്കി കാണിക്കേണ്ട. സത്യം പാലിക്കുന്ന മനസ്സാണ് ഭഗവാന് പ്രിയം എന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഒരു നിമിഷം ഭഗവാനെ സ്മരിച്ചാൽ മതി. ദീർഘവ്രതത്തെക്കാൾ ശുദ്ധമായ ഓർമ്മ ഭഗവാന് പ്രിയമാണ്. വ്രതം തെറ്റിപ്പോയെന്ന് ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തണ്ട. നിങ്ങളുടെ ഭക്തി ഭഗവാൻ നിഷേധിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ദേവാലയമാണ്. അപ്പോൾ അതിനെ സംരക്ഷിച്ചതും ഒരു പൂജ തന്നെയാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഭഗവാനെ സ്നേഹത്തോടെ ഓർക്കുന്നത് ഭഗവാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ആചാരം പൂർണ്ണമല്ലെങ്കിലും ഹൃദയം ശുദ്ധമാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും എന്നും ഭഗവാൻ പറയുന്നുണ്ട്. വ്രതം തെറ്റിപ്പോയെന്ന് കരുതി ദുഃഖിക്കണ്ട. ഭഗവാനെ സ്നേഹത്തോടെ ഓർത്ത് ഓരോ ആത്മാവിനോടും ഭഗവാൻ കരുണയോടെയാണ് കാണുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ശിവഭഗവാന്റെ പാർവതി മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹര ഹര മഹാദേവ എന്ന് കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.